രാവിലത്തെ ശബരിമല വിഷയത്തിലെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷമാണ് യോഗങ്ങൾ നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. UDFൻ്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾ വളരെ സംഘടിതവും നല്ല നിലയിലും തുടങ്ങാൻ വേണ്ടി സാധിച്ചു. നേരത്തെ തന്നെ ആരംഭിച്ച മിഷൻ 2025 ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പല സ്ഥലത്തും UDFൻ്റെ സീറ്റ് വിഭജനം നന്നായിട്ട് പൂർത്തീകരിക്കാനും നല്ല സ്ഥാനാർത്ഥികളെ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ വാർഡ് കമ്മിറ്റികളുടെ യോഗം ചേർന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ ഐക്യകണ്ഠേന നിശ്ചയിക്കുന്നതിന് സാധിച്ചു. ആ കാര്യങ്ങളിലെല്ലാം ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയുമാണ് മുന്നിൽ നിൽക്കുന്നത്. വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ വികലമാക്കിയതിലും ഉള്ള പ്രതിഷേധം, ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നതിനുള്ള പ്രതിഷേധമെല്ലാം ജനങ്ങളിലുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നല്ല വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും ഉള്ളത്. ശബരിമല വിഷയത്തിൽ ഇന്ന് നടത്തിയ സമരത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ മന്ത്രി രാജിവെക്കണം എന്ന് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഹൈക്കോടതി വിധിയുടെ വ്യക്തമായിട്ടുള്ള പരാമർശനങ്ങൾ, പോലീസ് നടത്തിയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിലെ വാചകങ്ങൾ, ഇത് 2019 മുതൽ 25 വരെയുള്ള സംഭവ പരമ്പരകളാണ്. ഹൈക്കോടതിയും അതുപോലെ തന്നെ പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടും ഹൈക്കോടതി വിധിയിലും പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ 2019 മുതൽ 25 വരെ ഇന്നത്തെ ഭരണാധികാരികൾ, അവരുടെ ഉത്തരവാദിത്വം, ദേവസ്വം ബോർഡിൻ്റെ പങ്കാളിത്തം, അതെല്ലാം വ്യക്തമായ സാഹചര്യത്തിൽ മന്ത്രി രാജിവെക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല എന്ന് ഹൈക്കോടതി വിധിയിലെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അതിനൊരു ശുഷ്കാന്തിയും ഗവൺമെൻറ് നടത്തിയിട്ടില്ല. ഇത്രയേറെ കോടതി ഒക്ടോബർ 6 വിധി പ്രഖ്യാപനം നടത്തിയിട്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടും ഇതുവരെ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് തിട്ടപ്പെടുത്താനോ അത് വീണ്ടെടുക്കാനോ ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഈ അലംഭാവത്തിലും കേസന്വേഷണം ഇനിയും തൃപ്തികരമല്ല എന്നതുകൊണ്ടും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തും നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും വീണ്ടെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും വൃശ്ചിക മാസം 1-ാം തീയതി ശബരിമല നട തുറക്കുന്ന ദിവസം കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ വാർഡ് കമ്മിറ്റികളും അന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാം നടത്തുന്നു. എല്ലാ വാർഡുകളിലും വിശ്വാസ സംരക്ഷണ സംഗമങ്ങൾ അന്ന് പ്രത്യേകമായിട്ട് കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റികൾ നടത്തുകയാണ്. പ്രതിഷേധ ജ്യോതി തെളിയിച്ചുകൊണ്ടാണ് അന്നത്തെ ദിവസം വൃശ്ചിക മാസം 1-ാം തീയതി ശബരിമല വിശ്വാസ സംരക്ഷണത്തിൻ്റെ ദിനമായിട്ട്. അതിലൊരു കാര്യം, ഒന്ന്, ശബരിമലയുടെ സ്വത്തുക്കൾ, സ്വർണ്ണം ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ട ഒരു ഭാഗം മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ കൂടി നഷ്ടമാണ്. ആളുകൾ പൂജിക്കുന്ന അവിടുത്തെ സ്വർണ്ണപ്പാളിയും കതകും കട്ടിലപ്പടിയും എല്ലാം അടിച്ചു മാറ്റി പകരം അവിടുത്തെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഘടകവിരുദ്ധമായ വസ്തുക്കൾ, അവിടുത്തെ ഒറിജിനൽ വസ്തുക്കൾ എന്ന നിലയിൽ അവിടെ പുനഃസ്ഥാപിച്ചത് തന്നെ വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന, അവരെ അവഹേളിക്കുന്ന നടപടിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ വിശ്വാസ സംരക്ഷണത്തിൻ്റെ തുടർ സമരം എന്ന നിലയിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്കല്ല പോകുന്നത്. എല്ലാ സ്ഥലങ്ങളിലും വാർഡ് അടിസ്ഥാനത്തിൽ ഈ വിശ്വാസ സംരക്ഷണ ജ്യോതികൾ തെളിയിക്കുന്നതിന് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ അപ്പോൾ നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ വന്നു. ഡിസംബർ 9-നും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അത് 2 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ ദിവസം തന്നെയാണ് SIRൻ്റെ പ്രവർത്തനങ്ങൾ സമാപിക്കുന്നത്. സമാന്തരമായിട്ട് ഒരു സംസ്ഥാനത്തെ, കേരളം പോലെ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത്, എല്ലാവരും രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള ഒരു സംസ്ഥാനത്ത്
ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പാണെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലാണെങ്കിലും ആളുകളുടെ തൽപരരായ ഒരു സമയത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പങ്കാളികളാകേണ്ട ഒരു സമയത്ത് സമാന്തരമായിട്ട് ഈ രണ്ട് കാര്യം നടത്തുന്നതിൻ്റെ ദുരുദ്ദേശം ഞങ്ങൾ വീണ്ടും ചൂണ്ടിക്കാണിക്കുകയാണ്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച മീറ്റിങ്ങിലും അതിനുശേഷം ചീഫ് ഇലക്ടറൽ ഓഫീസർ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കേരളത്തിലെ പ്രതിനിധി, അദ്ദേഹം വിളിച്ച മീറ്റിങ്ങിലും ഞങ്ങൾ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ സമയത്ത് ഞങ്ങൾ ബേസിക്കായിട്ട് SIRനെ ചോദ്യം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഇതിൻ്റെ അപ്രായോഗികതയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ SIR ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാരലായിട്ട് ഒരേ ദിവസങ്ങളിൽ ഇത് രണ്ടും നടത്തുന്നതിൻ്റെ ദുർബുദ്ധി ഞങ്ങൾ ഒരിക്കൽ കൂടി അധികാരികളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയണം. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഡേറ്റ് എങ്കിലും ജനങ്ങളുടെ സൗകര്യം കണക്കിലെടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം SIRലേക്ക് നിർബന്ധമാണെങ്കിൽ കടക്കണം എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്.